പ്രിയപ്പെട്ട ശ്രീനിവാസൻ പോയി. ആ കാഴ്ചകളിൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ധ്യാനിന്റെ കരച്ചിലാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ധ്യാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലെ വിതുമ്പിക്കരയുന്നു. സത്യത്തിൽ ശ്രീനിവാസൻ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിനിമാ സാമ്രാജ്യം ഇവിടെ നമുക്ക് മുന്നിൽ കിടപ്പുണ്ട്. എന്നാൽ ധ്യാനിന്റെ കരച്ചിലുണ്ടാക്കിയ വേദന നെഞ്ചിൽ നിന്നും പോകുന്നേയില്ല. പ്രിയപ്പെട്ട ധ്യാൻ, ആ കണ്ണീരും വിതുമ്പലുമെല്ലാം നഷ്ടപ്പെട്ട ഭാവമൊന്നും മറക്കാനേ പറ്റുന്നില്ല. ലൈവായി ശ്രീനിവാസിന്റെ വിയോഗ നേരങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഉള്ളിൽ കത്തിമുന പോലെ പോറിക്കൊണ്ടിരുന്നത് ധ്യാനിന്റെ കരച്ചിൽ തന്നെയായിരുന്നു. എത്ര മൂർച്ചയുള്ള വേദനയായിരിക്കും ധ്യാനിന്റെ ഉള്ളിലെ കരച്ചിലുകളെ കെട്ടഴിച്ചു വിടുന്നതെന്ന് എല്ലാ മലയാളിയെയും പോലെ ഞാനും ആലോചിച്ചു കൊണ്ടിരുന്നു. ഒട്ടും എളുപ്പമായിരുന്നിരിക്കില്ല ആ സന്ദർഭം. 24 മണിക്കൂറും നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാളാണ് ധ്യാൻ. ഏത് വലിയ സങ്കടം നമുക്കുണ്ടെങ്കിലും അയാളുടെ ഒരു അഭിമുഖ വീഡിയോ കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും, മൂഡ് മാറും. ആ ധ്യാനാണ് ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചിട്ടില്ലാത്ത ഒരാളെ പോലെ ഇങ്ങനെ കണ്ണീരിലും ദുഃഖത്തിലും മുങ്ങിയിരിക്കുന്നത്. മറ്റെല്ലാവരെക്കാളും അധികം സങ്കട കടലിലാണ് ധ്യാൻ എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് കൺമുന്നിൽ ഇപ്പോഴുമുള്ളത്. എന്തായിരിക്കും ശ്രീനിയുടെ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ധ്യാനിന്റെ മനസ്സിലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ മനസ്സിലുള്ള കുറ്റബോധത്തിന്റെ, സങ്കടത്തിന്റെ, സ്നേഹത്തിന്റെ, വേർപാടിന്റെയും ഒക്കെ ആഴം എനിക്കും ധ്യാനിനെ പോലെ എന്തോ ഫീൽ ചെയ്യുന്നു. അത് വല്ലാതെ. കാരണം ധ്യാൻ നമുക്ക് മുന്നിൽ ഇത്ര കാലവും ഏറ്റവും സ്വാഭാവികമായി തുറന്നിട്ടത് തന്റെ ഏറ്റവും സ്വകാര്യമായ ജീവിതമാണ്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഒപ്പം മറ്റാരും അറിയാതിരുന്ന ശ്രീനിവാസിന്റെ കുടുംബ ജീവിതമാണത്. അത് കേട്ടും കണ്ടും ശ്രീനിയുടെ കുടുംബം നമ്മളുടേതും കൂടിയായി മാറി. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, വൈകാരികമായ മുഹൂർത്തങ്ങളും നമുക്ക് കാണാൻ പാഠമാണ്. കേരളത്തിലെ മറ്റേത് സെലിബ്രിറ്റിയുടെ കുടുംബജീവിതമാണ് ഇതുപോലെ തുറന്ന പുസ്തകമായി കിടക്കുന്നതെന്ന് ആലോചിച്ചാൽ ഉത്തരം 0 എന്നായിരിക്കും. അവിടെയാണ് ധ്യാൻ തുറന്നിട്ട അവരുടെയും ജീവിതം നമ്മളുടേത് കൂടിയാവുന്നത്. ആ ചിരികളും സന്തോഷങ്ങളും പോലെ ആ കണ്ണീരും സങ്കടങ്ങളും നമ്മളെ കൂടി ആഴത്തിൽ തൊടുന്നത് അതുകൊണ്ടാണ്. ശ്രീനി തന്നെ ഒരർത്ഥത്തിൽ ഒരു തുറന്ന പുസ്തകമായിരുന്നു. സ്വയം കളിയാക്കാൻ ഒരു മടിയുമില്ലാതെ സ്വന്തം രൂപത്തെ, പോരായ്മകളെ, കോംപ്ലക്സുകളെ, ബലഹീനതകളെ അങ്ങേയറ്റം സ്വകാര്യമായി മണിച്ചിത്ര താഴിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന നമ്മളുടെയൊക്കെ മുന്നിലാണ് സ്വന്തം ശരീരത്തെയും നിറത്തെയും പെരുമാറ്റത്തെയും പശ്ചാത്തലത്തെയും പച്ചയ്ക്ക് പരിഹസിക്കുന്ന ശ്രീനിവാസനുണ്ടായി വന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യങ്ങളാണ് അയാൾ പരസ്യമായി പുറത്തിട്ട് നാറ്റിച്ചത്. നമ്മുടെ കാപട്യങ്ങളെയാണ് അയാൾ ഒരു ദയവുമില്ലാതെ ട്രോളിക്കൊന്നത്. നമ്മളെ തന്നെയായിരുന്നു ശ്രീനിവാസൻ ഓരോ ഫ്രെയിമിലും കണ്ണാടിയിൽ എന്ന പോലെ നമുക്ക് കാണിച്ചു തന്നത്. എങ്കിലും അയാളും തൻ്റെ കുടുംബത്തെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. മറ്റെല്ലാവരെയും പോലെ തന്നെ സ്വന്തം സ്വകാര്യതകളെ മറച്ചു പിടിച്ചിരുന്നു. അതാണ് മകൻ ധ്യാൻ നമ്മുടെ മുന്നിൽ തുറന്നിട്ടത്. അച്ഛൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഗൃഹനാഥൻ എന്ന നിലയിലൊക്കെയുള്ള ശ്രീനിവാസിനെ ധ്യാൻ പച്ചയ്ക്ക് നമുക്ക് കാണിച്ചു തന്നു. അച്ഛനോടുള്ള വിമർശനങ്ങൾ, പക ഒക്കെ നമ്മളോട് പങ്കുവെച്ചു. നിലപാടുകളോട് കലഹിച്ചു, അഭിപ്രായങ്ങളോട് വിയോജിച്ചു. അതോടൊപ്പം അച്ഛനോടുള്ള അടങ്ങാത്ത സ്നേഹവും ഇഷ്ടവും ധ്യാൻ നമുക്ക് കാണിച്ചു തന്നു. അച്ഛനെ സങ്കടപ്പെടുത്തിയതിനും കരയിപ്പിച്ചതിനുമെല്ലാം താൻ എത്ര അകം മുറിഞ്ഞിരുന്നുവെന്ന് ധ്യാൻ നമ്മോട് പറഞ്ഞു തന്നു. അങ്ങനെയാണ് നമ്മൾ ശ്രീനിയെ കൂടുതൽ സ്നേഹിച്ചത്, കൂട്ടത്തിൽ ധ്യാനിനെയും. നമുക്കെല്ലാം ആഴത്തിൽ അറിയാവുന്ന കഥകൾ പ്രകാരം ശ്രീനി ധ്യാനിനെ കണ്ടത് മുടിയനായൊരു പുത്രനെ പോലെയാണ്. സ്വന്തം വഴിക്ക് പോയി ഒന്നുമല്ലാതായി മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് നശിച്ചു പോയ ഒരാളായിട്ടാണ് ആ അച്ഛൻ ധ്യാനിനെ കണ്ടത്. സത്യവുമായിരുന്നു. പക്ഷെ അതിനുമുണ്ടായിരുന്നു ഒരവസാനം. പഠനകാലത്തും അതിനുശേഷമുള്ള കൗമാര യൗവനകാലത്തുമെല്ലാം അച്ഛൻ തെളിച്ച വഴിക്ക് പോകാത്ത ആ മകൻ പിന്നീട് സ്വന്തം വെട്ടിത്തുറന്ന മലയാളി ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളായി മാറി. കേട്ടു തുടങ്ങിയാൽ മാറിപ്പോവാനാകാത്ത അയാളുടെ കഥ പറച്ചിലുകളിൽ നമ്മളെല്ലാം വീണുപോയി. ധ്യാൻ തന്നെ പറയുന്നത് പോലെ ലോക ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മിക്ക പടങ്ങളും പൊട്ടിയിട്ടും നിന്നു തിരിയാൻ ഇടമില്ലാത്ത വിധം ധ്യാനിനെ തേടി അവസരങ്ങൾ വന്നു നിറഞ്ഞത് മലയാളിക്ക് ആ ചെറുപ്പക്കാരനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കും. അച്ഛന്മാര് പകർന്നു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടാവും, അച്ഛന്മാരുടെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, അച്ഛനും ഞാനുമായിട്ട്. സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി ധ്യാൻ മാറിയത് കണ്ടുകൊണ്ടാണ്, മുടിയനായ പുത്രൻ ജീവിതത്തെ മാറ്റി എഴുതിയത് കണ്ടുകൊണ്ടാണ് ശ്രീനിവാസൻ കണ്ണടച്ചത്. അവസാന കാലങ്ങളിൽ ആ മകൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ രുചിയുള്ള ഭക്ഷണം കഴിച്ച് അവനോട് മിണ്ടി അവൻ്റെ തമാശകൾക്ക് ചിരിച്ചുമാണ് അദ്ദേഹം ജീവിതയാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. മറിച്ച് ധ്യാനിനും അത് സമാനമായ അനുഭവമായിരുന്നു. ജീവിതത്തിലെ നല്ലൊരു കാലം അച്ഛനോട് ചെയ്തതിന് പ്രായശ്ചിത്തമായിരുന്നു ആ ചെറുപ്പക്കാരന് പിൽക്കാല ജീവിതം. ഒരു അഭിമുഖത്തിൽ ധ്യാൻ പറയും പോലെ ശ്രീനിവാസിനെ ഏറ്റവും അടുത്തറിയാവുന്ന ആളായി പിന്നീട് ധ്യാൻ മാറി. ശ്രീനി ഏറ്റവും ദുർബലനായി മാറിയ കാലത്ത് അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ജീവിതയാത്ര അവസാന ഭാഗത്ത് ഏറ്റവും പോസിറ്റീവാക്കി. ഒരിക്കൽ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞവൻ്റെ പേരിൽ അഭിമാനിക്കാൻ ആ പിതാവിന് അവസരം നൽകി. അങ്ങനെ ധ്യാനിനും ശ്രീനിക്കും ഒരുപോലെ സമാധാനം തന്നായിരുന്നു ആ മഹാനായ കലാകാരൻ്റെ ജീവിതം തീർന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛനും കോൺഗ്രസ്സുകാരിയായ
അമ്മയ്ക്കും ഇടയിൽപ്പെട്ടാണ് ഞാൻ എവിടെയും ഇല്ലാതായതെന്നാണ് ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞത്. സ്വന്തം കുട്ടിക്കാലവും വളർച്ചയുമാണ് ശ്രീനി ഇവിടെ പറഞ്ഞു വെച്ചത്. സ്വന്തമായി അധ്വാനിച്ച് പൊരുതി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചാണ് ശ്രീനിവാസൻ സ്വന്തം ജീവിതം കെട്ടിയുണ്ടാക്കിയത്. സിനിമയിലും ജീവിതത്തിലും സ്വന്തം ഇടമുണ്ടാക്കാൻ ഒരുപാട് കണ്ണീര് കുടിച്ച ശേഷമാണ് അയാൾ കണ്ണ് കലങ്ങും വരെ ചിരിച്ചതും പ്രേക്ഷകരെ മുഴുവൻ ചിരിപ്പിച്ചതും. ആ അച്ഛൻ്റെ നേരവകാശികൾ തന്നെയായിരുന്നു വിനീതും ധ്യാനും. വിനീത് പണ്ടേ ഗുഡ് ബോയ് ആയിരുന്നു. നന്നായി പാടും പഠിക്കും, പഠനം പാഠ്യേതര പ്രവർത്തനമൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ മിടുക്കൻ. അവനെ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാണ് കുഞ്ഞുനാൾ മുതൽ ഒരുക്കിയതെന്ന് ധ്യാൻ പലപ്പോഴും അഭിമുഖങ്ങളിൽ പറയാറുണ്ട്. എല്ലാം കൊണ്ട് നല്ലവനായ ഏട്ടനോട് മത്സരിക്കാൻ, അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ചാർജ് ചെയ്ത് വിട്ട കുട്ടിപ്പാവയായിരുന്നു ധ്യാൻ. ഏട്ടനാണ് എന്നെ സിനിമയിൽ കൊണ്ടത്, അച്ഛനല്ല. അച്ഛൻ ഒരിക്കലും ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ആളുമല്ല. അപ്പൊ ധ്യാൻ പറയുന്നത് പ്രകാരം ആ കഥ ഇനി പറയും വിധമാണ്. 10 വരെ ധ്യാൻ നന്നായി പഠിച്ചു, 89% മാർക്ക്. വിനീത് വാങ്ങിയ 94% മാർക്കിനെ കടത്തി വെട്ടാത്തതിനാൽ അമ്മ മാർക്ക് കുറവെന്ന് പറഞ്ഞതായി ധ്യാൻ ഓർക്കുന്നു. പിന്നീട് +2, അത് ഉഴപ്പിൻ്റെതായിരുന്നു. അതിന് കാരണങ്ങൾ പലതാകാം. കൂട്ടുകെട്ട്, കാശ് ആവശ്യം പോലെ കയ്യിൽ വരുന്നത്, ഏട്ടനുമായുള്ള അനാവശ്യ താരതമ്യം, പ്രണയത്തിലേക്കും ലഹരിയിലേക്കുമുള്ള എൻട്രികൾ, തിരക്കിനിടെ മക്കളെ നോക്കാൻ നേരം കിട്ടാത്ത അച്ഛൻ്റെ അഭാവം, അങ്ങനെ പലതുമായിരിക്കാം. എന്തായാലും +2 ഉഴപ്പി, മാർക്ക് കുറഞ്ഞു, എൻട്രൻസ് പലവട്ടം പൊട്ടി. എങ്കിലും തിരുവനന്തപുരത്ത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അത് പഠിച്ചിട്ട് എന്ത് കാര്യമെന്ന് ഒരിക്കലും ബോധ്യമാവാത്തവൻ അച്ഛനെ വിളിച്ചു പറഞ്ഞ് വെല്ലൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്നു. അവിടെയായിരുന്നു കൂട്ടുകാരിലേറെയും. കൂട്ടുകെട്ടുകൾ വളർന്നപ്പോൾ ഇല്ലാതായത് പഠിത്തവും പരീക്ഷകളുമായിരുന്നു. 3.5 കൊല്ലം അക്ഷരാർത്ഥത്തിൽ വെറുതെ പോയി. മദ്യപാനവും ലഹരിയുമായിരുന്നു ആകെയുള്ള സമ്പാദ്യം. ലഹരിപ്പുറത്ത് വീട്ടുകാരുമായി മുട്ടി ശ്രീനിവാസനുമായി ഉരസൽ പതിവായി. അങ്ങനെ ഒരു നാൾ ആ കലഹം പൊട്ടിത്തെറിയിലെത്തി. ധ്യാൻ വീടിന് പുറത്തായി. അച്ഛനോടുള്ള വാശിപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ശ്രീനി മകന്റെ കാര്യം നോക്കാനും അവനാവശ്യമുള്ളത് നൽകാനും ഭാര്യയെ, ധ്യാനിന്റെ അമ്മയെ ഏൽപ്പിച്ചിരുന്നു. സ്വന്തം വഴികളിൽ വിജയം കണ്ട വിനീത് ധ്യാനിന് സഹായമായി കൂടെ നിന്നു. പിന്നെ 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രണയാനന്തരം ധ്യാനിന്റെ കൂടെ വന്ന ആ പെൺകുട്ടി അവനെ താങ്ങി നിർത്തി. അങ്ങനെയാണ് കാക്ക കൊത്തിപ്പോവാതെ ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ മുന്നിൽ ഇതുപോലെ ബാക്കിയായത്. ഇത് ധ്യാൻ തന്നെ പല അഭിമുഖങ്ങളിലായി പറഞ്ഞ കഥകളാണ്. അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ലഹരി, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരി, അതാണ് തൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞതെന്ന് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ധ്യാൻ പറയുന്നുണ്ട്. 3.5 വർഷക്കാലം ഭക്ഷണം കഴിക്കും പോലെയാണ് കൊക്കൈൻ അടക്കമുള്ള സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചത്. ആൽക്കഹോളും സിന്തറ്റിക് ലഹരിയും ഒന്നിച്ചതോടെ ജീവിതം ലക്കുകെട്ടതായി. പിന്നീട് മകൾ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അത് നിർത്തിയതെന്നും ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്നും ധ്യാൻ പറയുന്നുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായ ശ്രീനിവാസൻ ഇതിനകം തളരുന്നുണ്ടായിരുന്നു. മാരക രോഗങ്ങൾക്കൊപ്പമായി അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതം. അവിടെ അദ്ദേഹത്തിന് ആശ്വാസമായത് മക്കളാണ്. ധ്യാൻ തന്നെ പറയുന്നത് പ്രകാരം അച്ഛനുമായി ഏറ്റവും അടുക്കുന്നത് അക്കാലത്താണ്. തളരുമ്പോഴാണല്ലോ സഹായം വേണ്ടി വരിക. അത് മനസ്സിലാക്കിയ മകനായിരുന്നു ധ്യാൻ. എങ്കിലും പല കാരണങ്ങളാൽ മുറിഞ്ഞുപോയ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ, അത് അച്ഛനെ ഏൽപ്പിച്ച മാരക ആഘാതങ്ങൾ, അതൊക്കെ ധ്യാനിനെ ആഴത്തിൽ തന്നെ ബാധിച്ചിരിക്കണം. ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിച്ചിരിയുടെ അകമ്പടിയോടെ തമാശ പറയുമ്പോഴും ധ്യാനിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കായിപ്പോയ ഒരു കുട്ടിയുടെ ശമനമില്ലാത്ത ആദികളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വന്നത്. അങ്ങനെ സംഭവ ബഹുലമായ ജീവിതത്തിനൊടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിട പറഞ്ഞു. ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഈ പറയുന്നത് എങ്ങനെ ശ്രീനിവാസൻ കേട്ടാൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ചിരിയായിരിക്കും, ഒറ്റ ചിരി. അതിൽ ഇത്ര കാലവും സിനിമകളിലൂടെ ശ്രീനിവാസൻ ആവർത്തിച്ച് പറഞ്ഞ ഹിപ്പോക്രസിയെയും നാട്ടുനടപ്പുകളോടുമുള്ള പുച്ഛവും പരിഹാസവും മുഴുവൻ ഉണ്ടാകും. എന്ത് ക്ലീശയായാണ് സുനിത നീ എൻ്റെ മരണവിവരം പോലും പറയുന്നതെന്ന് പറഞ്ഞ് നമ്മളോട് വീണ്ടും ചിരിപ്പിക്കും. നമുക്കറിയാത്ത ആളല്ലല്ലോ ഈ ശ്രീനിവാസൻ. മരണത്തെ നമ്മൾ പർവ്വതീകരിച്ചിട്ട് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പ്രിയപ്പെട്ട ശ്രീനി സാർ, നിങ്ങളുടെ എടുപിടി എന്നുള്ള ഈ പോക്കുണ്ടല്ലോ, അത് ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നിങ്ങളുടെ ശ്വാസം നിലച്ചപ്പോഴാണ് എത്രമാത്രമാണ് ഞങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമായത്. നിത്യജീവിതത്തിലെ ട്രോളുകൾ മുതൽ നിത്യവർത്താനത്തിലെ സിനിമാ ഡയലോഗുകളിൽ വരെ നിങ്ങളുണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് വരുന്ന തമാശകൾ മുതൽ മുന്നിലുള്ള ആരുടെയെങ്കിലും പൊട്ടിച്ചിരി വരെ എല്ലാത്തിലും ശ്രീനി ഉണ്ടായിരുന്നു. അത്രമാത്രം ഞങ്ങളിൽ ഒഴുകിച്ചേർന്നതാണ് സാർ. എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോയത്. ഇതൊക്കെ കൊണ്ടാണ് ശ്രീനിവാസിൻ്റെ വിടവാങ്ങൽ നമ്മൾ മലയാളികളെ ഇത്ര കണ്ട് ബാധിച്ചിട്ടുണ്ടാവുക. ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്ത പൊതുദർശനവും അന്ത്യകർമ്മവും എല്ലാം നമ്മളിങ്ങനെ 2 ദിവസം കൺചിമ്മാതെ കണ്ടു നിന്നത് അതുകൊണ്ടായിരിക്കും. ഈ മനുഷ്യൻ ഇനിയില്ല എന്നതുകൊണ്ട് മാത്രമല്ല ഞാനടക്കമുള്ള മലയാളികൾ അത്രയ്ക്ക് വേദനിച്ചത്. ശ്രീനിയുടെ അരികെ ഇരുന്ന് 2 ദിവസത്തിലേറെയായി വിങ്ങിപ്പൊട്ടുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന ഭാര്യയുടെയും മക്കളുടെയും കാഴ്ച കണ്ടുകൊണ്ടുകൂടിയാണ് പ്രത്യേകിച്ച് ധ്യാനിൻ്റെ കരച്ചിൽ.
പക്ഷെ എന്തായാലും ധ്യാനിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. ശ്രീനിവാസൻ പോയത് പഴയ സങ്കടങ്ങളുമായല്ല, മകനെക്കുറിച്ചുള്ള ആദികളെ വകഞ്ഞു മാറ്റിയാണ്. ശ്രീനിവാസനും ഒരു കാര്യത്തിൽ ആശ്വസിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. ഇതുപോലൊരു മകനെ വീഴാതെ മുന്നോട്ട് കൊണ്ടുപോയതിന്, അവനെ വളർത്ത് വലുതാക്കിയതിന്, അവനെ നമുക്ക് തന്നതിന്, വിനീതിനെ പോലെ ഒരേട്ടനെ അവന് നൽകിയതിലും ശ്രീനിവാസന് അഭിമാനിക്കും. പ്രിയപ്പെട്ട ശ്രീനി, സ്നേഹത്തോടെ ആദരവോടെ വിട.